വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ റീത്തുമായി എത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. രാവിലെ 8 മണിയോടെ വീണ ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസിനെ മറികടന്ന് ഇരച്ചുകയറിയ പ്രവർത്തകർ വീടിന്റെ വാതിലിൽ റീത്ത് വെച്ചു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തി റീത്ത് എടുത്തു മാറ്റുകയായിരുന്നു. അതേസമയം തന്റെ ഔദ്യോഗിക വസതിക്ക് നേരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ചികിത്സാ പിഴവിൽ ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യം താൻ ചെയ്തെന്നും വീണ ജോർജ് പറഞ്ഞു. എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ശസ്ത്രക്രിയാ പിഴവിന് ശേഷം പ്രതിഷേധം കടുക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് റീത്തുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. രാവിലെ 8 മണിയോടെയാണ് ഇത്തരത്തിൽ വീണ ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസിനെ മറികടന്ന് ഇരച്ചുകയറിയ പ്രവർത്തകർ വീടിന്റെ വാതിലിൽ റീത്ത് വെച്ചത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇത്തരത്തിൽ റീത്ത് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഈ ആരോഗ്യ മേഖലയിൽ വീഴ്ചകൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത്. കൂടാതെ തന്നെ തന്റെ ഈ ഔദ്യോഗിക വസതിക്ക് നേരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ അതിക്രമം പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് നടന്നിട്ടുള്ളതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ചികിത്സാ പിഴവിൽ ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യം താൻ ചെയ്തു എന്നും വീണ ജോർജ് പറയുന്നുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം തീരുമാനം. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചു. പത്തനംതിട്ടയിലും കൊല്ലത്തും പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും കോൺഗ്രസ് പ്രതിഷേധം. വിനയര ചേരുന്നുണ്ട്. വിനയ, സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി റീത്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർന്നും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമോ കോൺഗ്രസിന്റെ തീരുമാനം? മന്ത്രിക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം തന്നെ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തോടെയായിരുന്നു ഈ പ്രതിഷേധ പരിപാടികൾക്കടക്കം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്രത്യക്ഷമായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് എത്തുകയും പിന്നീട് അതിക്രമിച്ച് കയറി റീത്ത് വെക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് പോലീസുകാരെത്തുന്നു. ഈ പ്രവർത്തകരെ അടക്കം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ചെറിയ സംഘർഷ സാധ്യതകൾ അടക്കം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആ സമയത്ത് തന്നെ ഈ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ നേമം ഷജീറിന്റെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അടക്കം തന്നെ ഈ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ സമയത്ത് തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ഇതൊരു തുടർച്ച മാത്രമാണ്, ഇനിയും നിരവധിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി പത്തനംതിട്ടയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ സംഘാടക സമിതി യോഗം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ഈ പത്തനംതിട്ടയിൽ ഈ യോഗത്തിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു. ഈ സ്റ്റേഡിയം, ജില്ലാ ജനറൽ ആശുപത്രി, ഇതിനെല്ലാം തന്നെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം, ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു മന്ത്രി പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കോൺഗ്രസ് കൗൺസിലർമാരടക്കം തന്നെ ഈ യോഗം ബഹിഷ്കരിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്ത്
എന്ത് വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി ജില്ലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു. അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നതിനടക്കം തന്നെ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം പിന്നീട് മന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് CPM ഇടത് സംഘടനകളടക്കം തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം, സംഘർഷ സാധ്യതയടക്കം തന്നെ ഉണ്ടാകുന്നു. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കടക്കം തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് മന്ത്രി അടക്കം തന്നെ മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു സാഹചര്യം, തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു. അത്തരത്തിൽ എന്തിനാണ് ഈ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാർത്തകൾ തിരുത്തു വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് മന്ത്രി അപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നത് എന്നൊരു ചോദ്യമാണ് മന്ത്രി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഈ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായ അനാസ്ഥ, ഗുരുതരമായിട്ടുള്ള പിഴവുകൾ, അതിലൊന്നും തന്നെ മന്ത്രി മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ മറുപടി നൽകിയില്ല എന്നത് വേണം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ പിന്നീട് ഈ കൊല്ലത്തും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നു. DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറുന്നു, പ്രതിഷേധം നടക്കുന്നു. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളുടെ അനാസ്ഥയ്ക്കെതിരെ വിവിധ ജില്ലകളിലായി ഈ പ്രതിഷേധം ശക്തമാക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത്. ഈ ആരോഗ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ആരോഗ്യമന്ത്രി വെന്റിലേറ്ററിലാണ്, ആരോഗ്യമന്ത്രിയെ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇനിയും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം, ഇത് ആദ്യമായിട്ടല്ല ഒരു ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ഇതൊരു വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ അനാസ്ഥ, ആ അനാസ്ഥയിൽ മാത്രമല്ല ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിലുള്ള നിരന്തരം ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം, ഇത് കോഴിക്കോട് ഹർഷീനയുടെ വയറ്റിലും സമാനമായിട്ടുള്ള രീതിയിൽ കത്രിക കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വയനാട്ടിൽ വയറിൽ നിന്നും പഞ്ഞി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഈ കാര്യങ്ങളടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ അനാസ്ഥ, ആ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ പത്തനംതിട്ടയിൽ ചേർന്ന യോഗത്തിൽ, ഈ യോഗത്തിലടക്കം തന്നെ പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും കൂടാതെ തന്നെ കോൺഗ്രസ് കൗൺസിലർമാരടക്കം തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 10 വർഷം കേരളം ഭരിച്ച് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്, എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ രാവിലെ മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ച് തുടങ്ങിയ പ്രതിഷേധം അപ്പോൾ ഇതിപ്പോൾ വിവിധ ജില്ലകളിലായി വ്യാപിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. മന്ത്രി രാജിവെക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ LDF ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മന്ത്രി V ശിവൻകുട്ടി അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലും മന്ത്രിയെ വെട്ടിലാക്കാൻ ശ്രമിക്കരുത്, ഇതൊന്നും കണ്ടാൽ പേടിച്ചു പോകുന്ന ആളല്ല തങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി V ശിവൻകുട്ടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടാൽ തങ്ങൾ പേടിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളും മന്ത്രി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് ഈ മന്ത്രി ശിവൻകുട്ടി ആണെങ്കിലും മന്ത്രി വീണ ജോർജ് ആണെങ്കിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഭീതി, ആ ഭയമാണ് ഈ ഒരു ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ഈ മന്ത്രിമാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി റീത്ത് വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിനിടയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി, ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് മാനംകെട്ട വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ട ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ. ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം